മാഡം സംസാരിക്കുന്ന 3 കൊടൂര വില്ലന്മാരുടെ കൂടെ ഓർക്കുന്നത് നല്ലതാണ്. ഈ ചിരിയൊക്കെ ചുമ്മാതാ. ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരെണ്ണം തുടങ്ങി ഒരു 3-4 വരെ ആൾക്കാർ അത് പിന്നെ അത് മാറ്റണം, ആ ട്രെൻഡ് മാറ്റണം. പ്രേക്ഷകൻ തന്നെയാണ് ട്രെൻഡ് മാറ്റി കൊടുക്കുന്നത്. എങ്ങനെ മാറ്റി കൊടുക്കും? അവനത് പരാജയപ്പെടുത്തും. ലൈഫിൽ ഒരിക്കലും ഷിഫോൺ സാരിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി ഡാൻസ് ചെയ്യാൻ പറ്റില്ല, 100 പേരെ വെടിവെച്ചിടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആ ഫാൻറ്റസി ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു ഹരം തരും. ഏത് തരത്തിലുള്ള സിനിമകളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ പറയുന്ന പോലെ റൊമാൻസ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഞാൻ ഗെയിം ഫോർ ഇറ്റ്. അതെ, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആരെ നായകനാക്കണമെന്നുള്ളത്. സംവിധാനം തീരുമാനിച്ചു. 3 പേരും റെഡിയാണ്. ജോണി ഐസക്കിനെ പോലുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അയാളോട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ പറ്റിയ നമ്മൾ വളരെ അലർട്ടായിരിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി അതേസമയം എൻ്റർടൈനിങ് ആയിട്ട് അവതരിപ്പിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഹായ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. വിശാഖ് നായർ, കുഞ്ചാക്കോബൻ, ജഗദീഷ്. സ്വാഗതം. താങ്ക് യു. കുഞ്ചാക്കോബൻ്റെ ഒരു ഫിൽമോഗ്രഫി പരിശോധിക്കുന്ന സമയത്ത് പല സമയത്തും കരിയറിൽ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് അറിഞ്ഞോ അറിയാതെയോ മാറിയതായിട്ട് തോന്നാറുണ്ട്. ഇപ്പം നിറന്ന് പറയുന്ന ഒരു സിനിമ, അതിന് മുൻപും പല കോമഡി കോളേജ് ഫിലിംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിറത്തിന് ശേഷം ഒരുപാട് അത്തരം സിനിമകൾ റിപ്പീറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു ട്രെൻഡ് സെറ്റ് ആവപ്പെടുന്നു. ഈ 5-ാം പാതിരയ്ക്ക് ശേഷവും ഈ സൈക്കോ വില്ലന്മാർ വരുന്ന അല്ലെങ്കിൽ അത്തരം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് വരുന്ന കുറേ സിനിമകൾ, ഒരു സീരീസ് ഓഫ് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നു. അതേപോലെ ഇന്നാത്താം കേസോട് എന്നുള്ള സിനിമയിൽ ഈ എന്താ പറയുക, ഒരു നാട്ടിൽ നിന്നുള്ള ആളുകളെ കാസ്റ്റ് ചെയ്യുന്ന സിനിമകൾ. പിന്നീട് അതിന് മുൻപും പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം എപ്പോഴും പറയുമ്പോൾ ഇപ്പോൾ ചില സാധനങ്ങളിൽ ആദ്യത്തെ സംഭവം നടക്കുന്ന ഒരു ട്രെൻഡ് സെറ്ററായി മാറുന്ന സമയത്ത് ഈ 3 പടങ്ങളും അല്ലെങ്കിൽ മറ്റു സിനിമകളും ഉണ്ടായിരിക്കാൻ തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചെയ്തു വെച്ച സിനിമകൾ അങ്ങനെ ലുക്ക് ബാക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തൊരു സിനിമയ്ക്ക് ശേഷം പിന്നീട് അതിന് ഒരുപാട് ആവർത്തനങ്ങൾ ഉണ്ടാവുന്നു, ആൾക്കാർ അങ്ങനെ പറയുന്നു എന്നുള്ളത്. അല്ല, അതൊരു ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളത്. അതിനുവേണ്ടി തന്നെ ചെയ്ത സിനിമകളൊന്നുമല്ല, ബൈ ചാൻസ് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം അത് മാറ്റങ്ങൾ വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനത്തെ സിനിമകൾ സംഭവിക്കുന്നു. ആ സിനിമകളുടെ ഭാഗമായിട്ട് ഞാനും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായി പോയതാണ്. ഇപ്പം അനിത്യപ്രാവുകളിൽ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ആ സമയത്ത് അനിത്യപ്രാവിന് മുമ്പ് അങ്ങനത്തെ ഒരു കോളേജ് അല്ലെങ്കിൽ അങ്ങനത്തെ റൊമാൻറ്റിക് സിനിമകൾ ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ് അങ്ങനത്തെ ഒരു സിനിമ വരികയും അതൊരു വേറൊരു രീതിയിലൊരു ഷിഫ്റ്റ് ഉണ്ടാവുകയും, നിറമാണെങ്കിലും അല്ലെങ്കിൽ ട്രാഫിക് പോലുള്ള സിനിമകളാണെങ്കിലും, ഹവോൾഡാറെ പോലുള്ള വിമൻ എംപവർമെൻറ്റ് അങ്ങനത്തെ സിനിമകളാണെങ്കിലും, 5-ാം പാതിര പോലെയുള്ള സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് അങ്ങനത്തെ സിനിമകൾ, ഈവൻ 2018 പോലെയുള്ള സർവൈവൽ ത്രില്ലേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ അതിലെല്ലാം ഭാഗമാകാൻ സാധിച്ച ഒരു ഭാഗ്യവാനാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് വരെയുള്ള സമയത്ത് നമ്മൾ ഉണ്ടാവില്ല, ഇതിനകത്ത് ഏറ്റവും ക്ലിക്ക് ആവാൻ പോകുന്ന പോയിന്റ് ഇന്നതായിരിക്കും നമ്മൾ കരുതും. അതൊക്കെ തന്നെയാണോ ഈ പറയുന്ന സിനിമകളുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചത്? നമ്മൾ സിനിമകളെല്ലാം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത് ആ സമയത്ത് അങ്ങനത്തെ ഒരു സിനിമ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് അങ്ങനെ സിനിമകൾ വന്ന് ഭവിക്കുന്നു. ആ സിനിമകൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് സെറ്റേഴ്സായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു ആക്ടറിൻ്റെ കാര്യങ്ങളാണെങ്കിലും അങ്ങനത്തെ സിനിമകൾ സംഭവിക്കാറുണ്ട്. എൻ്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ റിപ്പീറ്റേഷനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് പീരീഡിലൊക്കെ ജഗദീഷ് സാറിൻ്റെ സിനിമകളിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സമയം കൂടെ കഴിഞ്ഞ സമയത്ത് ഇൻ്റർവ്യൂസിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമുക്ക് പല രീതിയിൽ അഭിനേതാക്കളുടെ ഇൻ്റർവ്യൂസ് നന്നായിട്ട് ആളുകളുടെ ഇടയിൽ വരാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ജഗദീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ജഗദീഷ് ഒരു സിനിമയെ പറ്റിയിട്ട് പറയുന്ന കാര്യം, എസ്പെഷ്യലി മാർക്കോനെ പറ്റിയിട്ടൊക്കെ ആ സിനിമ ഇങ്ങനെ പോകുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു ഡയലോഗാണ് ആ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടാകുന്നത്. അത് ആളുകൾ ഇൻ്റർവ്യൂവിൽ താങ്കൾ പറയുന്ന ഡയലോഗുകൾ സീരിയസ് ആയിട്ട് എടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇത്രയധികം പ്രൊമോഷൻ കൾച്ചറുകളൊന്നും ഈ ഒരു അടുത്ത കാലത്ത് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ. എങ്ങനെയാണ് ഈ ഇൻ്റർവ്യൂവിന് ഇത്രയും രസകരമായിട്ട് ഉത്തരം കൊടുക്കുന്നത്? എങ്ങനെയാണ് ഈ ഫീൽഡിൽ ഇത്രയും എക്സെൽ ചെയ്യുന്നത്? അല്ല, ഇതിൽ എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വന്നിരിക്കുമ്പോഴും എനിക്ക് ഒരു ടെൻഷനുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറയുന്നത് സത്യമായിരിക്കണം. എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് വരുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ എന്ത് പറയുന്നു എന്ന് പലരും ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ
ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഒരുക്കമല്ല. ഇതിനകത്ത് നമ്മളെടുത്ത എഫേർട്സിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒന്ന്, ഇതിനകത്ത് ഷാഹി കപൂറും നമ്മുടെ സംവിധായകൻ ജിത്തു അഷ്റഫും അവരുടെ കോമ്പിനേഷനിൽ അവർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു ഡിഫറൻറ്റ് പോലീസ് സ്റ്റോറിയാണ്. പോലീസ് സ്റ്റോറി ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും പോലീസ് ഓഫീസർ നായകനാകുമ്പോൾ ആൾ സത്യസന്ധനായിരിക്കും. 90% കറപ്ഷനുള്ള പോലീസ് ഓഫീസർ വളരെ കുറവായിരിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നന്മ വിജയിക്കുന്ന. പക്ഷേ അത്തരം സിനിമകളിൽ നിന്നുമൊക്കെ ഡിഫറൻ്റായിട്ട് കഥാഗതി ഡിഫറൻ്റായിട്ട് പോകുന്ന ഒരു ഫിലിമായിരിക്കും. പിന്നെ ഓഫീസർ പലപ്പോഴും ഓഫീസറിന് പേഴ്സണൽ കുറേ പ്രോബ്ലംസ് ഉള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഇതങ്ങനെയല്ല. പേഴ്സണൽ പ്രോബ്ലംസും അയാളുടെ ഡ്യൂട്ടിയും തമ്മിൽ ഒരു ക്ലാഷെന്നോ ഒക്കെ പറയാവുന്നുള്ള ഒരു ഇതിവൃത്തമാണ് ഇതിൻ്റെത്. അത്തരത്തിലുള്ളൊരു ഇതിവൃത്തം അധികം വന്നിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്താണെന്ന് പ്രേക്ഷകർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത, പിന്നെ സോഷ്യലി എന്താ പറയുക, നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ഈവിൾസ് ഉണ്ട്. ആ ഈവിൾസിനെ ഒരു പോലീസ് ഓഫീസർ ഹരിശങ്കർ എന്ന സർക്കിൾ ഇൻസ്പെക്ടർ അത് ടാക്കിൾ ചെയ്യുന്ന രീതി, അതിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ക്ലീഷേ ആയിട്ടുള്ള ഒരു വില്ലനൊന്നും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മളിലുള്ള തിന്മ തന്നെയാണ് ഇതിനകത്ത് വില്ലൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ വില്ലനാണ്. സൊസൈറ്റിയോട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ വില്ലനാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ മടിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നെഗറ്റീവായിട്ട് വരികയാണ്. ഈ നെഗറ്റീവ് കാര്യങ്ങളുമായിട്ട് നായകൻ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. നമ്മൾ വളരെ അലർട്ടായിരിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി അതേസമയം എൻ്റർടൈനിങ് ആയിട്ട് അവതരിപ്പിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓക്കെ, താങ്ക്സ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രെയിലർ കാണാൻ സാധിച്ചായിരുന്നു ഇപ്പോൾ പടത്തിൻ്റെ. അപ്പം അതിനകത്ത് ഈ പോലീസ് ക്യാരക്ടർ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് തന്നെയാണ് വിശാഖിൻ്റെ കഥാപാത്രം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ആ ട്രെയിലറിൽ വരുന്ന ചില ഒരു പോർഷൻസ് വരുന്ന സമയത്തും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വിശാഖ് ഇപ്പോൾ അടുത്ത സമയങ്ങളിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന വേഷങ്ങളും ഇപ്പോൾ ഫൂട്ടേജ് പോലെ ഒരു സിനിമ, അല്ലെങ്കിൽ എക്സിറ്റ് പോലെ ഒരു സംഭവം, അല്ലെങ്കിൽ എമർജൻസി പോയി ചെയ്തതൊക്കെയാണ്. അപ്പം ആ ഒരു നിരയിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം തന്നെയാണ് ഇതിനകത്തും ആണെന്നാണ് എൻ്റെ വിശ്വാസം. താനിപ്പോൾ പറഞ്ഞ പോലെ ആയിരുന്നു, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് 2-3 പടങ്ങളായിട്ട് ഈ പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്നെ തേടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് അല്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നിയത് എന്ന് വെച്ചാൽ നമ്മൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഷാഡോ സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള കുറേ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐ തിങ്ക് ഒരു സെൽഫ് ക്ലെൻസിങ് പരിപാടിയും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് പേഴ്സണലി. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയബിൾ ആണ് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ. പുള്ളിക്ക് ഒരു സ്പേസ് ഉണ്ടാവും, അതിനുള്ളിൽ കിടന്ന് നമുക്ക് ശരിക്കും പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയും ആ കഥയും ആ സംവിധാനമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ. പിന്നെ ഓഫ് കോഴ്സ് ഇവരുടെ കൂടെയൊക്കെ ഒരു പടത്തിൽ ആവാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു വലിയൊരു ലക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ജഗദീഷ് ചേട്ടനായിട്ട് ഒരു സീനുള്ളൂ അല്ലേ, ഭയങ്കര സ്നേഹം പങ്കുവെക്കുന്ന ഒരു സീനുണ്ട്. അതെ. പക്ഷേ ചാക്കോ ചേട്ടനായിട്ട് കുറേ നല്ല നല്ല സീൻസും കുറേ അതെ കെട്ടിപ്പിടിക്കുന്ന കുറേ സീൻസും ആക്ഷൻ ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ സീൻസൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഫുട്ബോൾ മാച്ച് കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടീം സ്പോർട്ട് പോലെയാണല്ലോ. ജസ്റ്റ് നമ്മുടെ ആക്ടേഴ്സ് മാത്രമല്ല, ടെക്നിക്കൽ ക്രൂവും എല്ലാവരും. അപ്പോൾ ഐ തിങ്ക് ഈ കഴിഞ്ഞ കുറച്ച് പടങ്ങളായിട്ട് അങ്ങനത്തെ ആക്ഷൻ ഹെവി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടച്ച് വുഡ് ഇത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പം ഈ നെഗറ്റീവ് വേഷങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ സമയത്ത് രാജ് പി ഷെട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാന്ന് പറയുന്നത് അദ്ദേഹത്തിനടക്കമുള്ള പല ആക്ടേഴ്സിനും ഭയങ്കര ഫണ്ണായിട്ടുള്ള പരിപാടിയാണ്. കാരണം ബാക്കി എല്ലാ നായക വേഷം ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു നല്ലതിൻ്റെ വശം അല്ലെങ്കിൽ നന്മയുടെ ഒരു വശം ഇങ്ങനെ കീപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ സൊസൈറ്റിയോട് അതിൻ്റെ കുറേ മൊറാലിറ്റിയോടൊക്കെ ചേർന്ന് നിൽക്കേണ്ട ഒരു ബാധ്യത എപ്പോഴും ഉണ്ടാവും. പക്ഷെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് അത്തരം ഒരു കെട്ടുപാടും ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതൊരു ഭയങ്കര ഫ്രീഡം ആക്ടേഴ്സിന് തരുന്നു പറഞ്ഞിട്ട്. ഇപ്പോൾ ബോഗൻവില്ല പടത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയില്ല ഹരിശങ്കർ എങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന്, പക്ഷേ ബോഗൻവില്ലയിനേക്കാളും ഭയങ്കര റഫ്നെസ് ഉള്ളൊരു ക്യാരക്ടറാണെന്നുള്ളൊരു ഫീലാണ് തരുന്നത്. ഈ നെഗറ്റീവ് വേഷങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറേ കൂടെ റഫായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ തരുന്ന സമയത്തും കുഞ്ചാക്കോബൻ എന്നുള്ള നടനെ അതൊരു ഭയങ്കര ഫ്രീഡം തരാറുണ്ടോ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് തരാറുണ്ടോ? ഈ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എന്താണോ അതല്ലാതാവാനായിട്ടുള്ളൊരു ഓപ്ഷൻ, ഒരു ഏരിയ ആണ് ഓപ്പൺ അപ്പ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ബൊഗൻവില്ലയിലെ ഡോക്ടർ റോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഓഫീസറിലെ CI ഹരിശങ്കർ ആണെങ്കിലും ആ രീതികളിൽ
ഞാനല്ലാത്ത കഥാപാത്രങ്ങളായിട്ട് മാറാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. യു ആർ നോട്ട് യു. ഒരു 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 ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ഡോക്ടർ റോയ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല CI ഹരിശങ്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പാസ് ചെയ്യുന്ന ഇമോഷൻസും കാര്യങ്ങളൊന്നും അങ്ങനത്തെ അല്ല. അത് ഒരു ഭയങ്കര നമുക്ക് കിക്ക് തരുന്നൊരു സംഭവമാണ്. നമ്മളല്ലാതെ ഒരാളായിട്ട് മാറുക. പക്ഷെ അത് ക്യാമറയുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ യു ആർ യു. അല്ലാതെ അതുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഭാര്യയെ പഞ്ഞിക്കിടുക, അല്ലെങ്കിൽ കൂട്ടുകാരനിട്ട് 2 അടി കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഒരു പ്രോസസ്സ്, ആ ഒരു ചേഞ്ച് ഓവർ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റോയ്സിലേക്ക് വരുമ്പോൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നുള്ളത് നമുക്കറിയാം. CI ഹരിശങ്കറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അയാൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആ ഡ്യൂട്ടി ടുവേർഡ്സ് ഹിസ് പ്രൊഫഷൻ ആൻഡ് ടുവേർഡ്സ് ഹിസ് പേഴ്സണൽ ലൈഫ് രണ്ടും ഉണ്ട്. അത് എങ്ങനെയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്, കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിനിമയും കൂടെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ ആക്ഷൻ്റെ കാര്യം കൂടെ പറഞ്ഞപ്പം, ഇപ്പോൾ ചാവേർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഭയങ്കര ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഓഡിയൻസും ഒരു അക്സെപ്റ്റൻസും കിട്ടി. പക്ഷേ ഈ ബോഗൺവില്ല പടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു പെർട്ടിക്കുലർ സീനിൽ ഭയങ്കര പവർ ഫീൽ ചെയ്തത്, നെഗറ്റീവ് ആക്ഷനാണ് ബട്ട് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിയത് ഷർഫുദ്ദീൻ്റെ ക്യാരക്ടറിനെ ഒറ്റയടിക്ക് അടിക്കുമ്പോഴാണ്. അതായിരുന്നു തോന്നുന്നു ഒരു മേ ബി കുഞ്ചാക്കോവനെ നമ്മൾ അത്തരം വേഷങ്ങളിൽ അധികം കാണാത്തതുകൊണ്ട് ഇങ്ങനൊരു ഇടി ഇടിക്കുമോ എന്നുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഭാവിക അമൽ നീരദ് എന്നുള്ളൊരു ഡയറക്ടറും ആളുടെ ഒരു ക്യാമറ അദ്ദേഹം പോർട്രേ ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിന് ഇത്രയും കൺവിൻസിങ് ആയിട്ടുള്ളൊരു അടിയാക്കി വെക്കുക, പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഗതിയല്ലോ. അതിൽ കുഞ്ചാക്കോവൻ ഉള്ളൊരു കൊടുത്തൊരു എലമെൻറ്റ് എന്തായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സീനിൽ? അത് നമ്മൾ ആ ക്യാരക്ടറിനോട് 100% നീതി പുലർത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു ടെക്നിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ചുമ്മാ വന്നിട്ട് 2 ഇടി ഇടിക്കുന്നതിനപ്പുറം ഹീ ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ എ റീസൺ. അത് ജസ്റ്റിഫയബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഇതിൽ ഓഫീസറിലാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ആക്ഷൻ കൊറിയോഗ്രഫിയും സീക്വൻസുകളും ഉണ്ട്. പക്ഷേ അത് ജസ്റ്റിഫയബിൾ ആണോ എന്നുള്ളത് നോക്കിയാൽ മാത്രമാണ്, അത് ആണെങ്കിൽ മാത്രമാണ് അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ആൾക്കാർ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് കിരീടത്തിലെ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസാണ്. അത്രയും അജാനുബാഹുവായിട്ടുള്ള കിരീകാടൻ ജോസിനെ അങ്ങനെ ഇടി ഒന്നും പരിചയമില്ലാത്ത മോഹൻലാൽ സേതു എന്ന് പറയുന്ന ആ കഥാപാത്രം അടിച്ച് കൊല്ലണമെങ്കിൽ അതിന് പുറകിലൊരു ഇമോഷണൽ ഒരു സപ്പോർട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇടിക്കും ഒരു പവർ ഫീൽ ചെയ്യുള്ളൂ. അപ്പം റോയ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഓഫീസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ടോണി ഐസക് എന്ന് പറയുന്ന മാർക്കോയുടെ കഥാപാത്രത്തെ പറ്റിയിട്ട് അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും കാണാനുണ്ടാവും ഒ ടി ടി വരുമ്പോൾ പല ഭാഗങ്ങളും ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ടോണി ഐസക്കിൻ്റെ വേറെ എന്തെങ്കിലും ഒരു സീനും കൂടെ വരുമോ എന്ന് അറിയാനാ ഉണ്ടോ? ടോണി ഐസക്കിൻ്റെ കൂടുതൽ സീൻ വരാൻ സാധ്യതയില്ല. വേറെ വയലൻസ് പോർഷൻ കുറച്ച് കട്ടിയിട്ടുള്ളതൊക്കെ ഈ വീട്ടിൽ ചെന്ന് വില്ലൻസ് അവിടെ കാണിക്കുന്ന അക്രമങ്ങളില്ലേ, അതിൻ്റെ ആയിരിക്കും കൂടുതൽ ഷെയ്ഡ്സ് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എൻ്റെ ടോണി ഐസക്കിൻ്റെ കൂടുതൽ വരാനില്ല. കഥാപാത്രത്തിൻ്റെ വില്ലനിയാണ്, ചെയ്വനേക്കാളും ഞാനാണ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വില്ലനി. പിന്നെ ഇയാളുടെ ആറ്റിറ്റ്യൂഡും, ഇതാണ് ടോണി ഐസക്കിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇയാളുടെ ഒരു കാര്യങ്ങളുടെ ഒരു ലീഡർഷിപ്പ്, ഇതാണ് ഇയാളുടെ വില്ലനി. ഇയാൾ ഫിസിക്കലായിട്ടുള്ള ഒരു ഇടിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതാണ് ടോണി ഐസക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ടോ കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഈ ചെയ്യുന്നതെല്ലാം എൻ്റെ ബ്ലഡാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ വില്ലനി എന്ന് പറയുന്നത്. പിന്നെ ഈ വില്ലനി ചെയ്യുമ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഞാൻ ബേസിക്കലി വളരെ ഇമോഷണലാണ്. നല്ല പാട്ട് കേട്ടാൽ കരയുന്ന ആളാണ്. എന്തിന്? ന്യൂസ് ചാനൽസിൻ്റെ ന്യൂസ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി തന്നെ, എല്ലാ ന്യൂസ് ചാനൽസും അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഇമോഷൻസ് കൂടുതൽ അവരുടെ മനസ്സിൽ പതിയത്തക്ക രീതിയിലുള്ള ന്യൂസുകളാണ് പലപ്പോഴും. ആ ഇമോഷൻസ് കണ്ട് കരയുന്ന ആളാണ് ഞാൻ. എൻ്റെ കണ്ണ് നിറയും. അപ്പോൾ അത് ന്യൂസാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അത്രത്തോളം ഇമോഷണലായിട്ടുള്ള ഒരാൾ ഈ ക്രൂവൽ കഥാപാത്രം ചെയ്യുമ്പോൾ ഈ മാറ്റമാണ് ഞാനും എന്നിലെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നത്.
അടിസ്ഥാനപരമായ ഒരു ഇമോഷണൽ ക്യാരക്ടർ ചെയ്യാൻ നേരത്തെ എനിക്ക് അത്ര വലിയ സ്ട്രെയിൻ ഇല്ല. കാരണം ഞാൻ അണ്ടർഗോ ചെയ്യുന്ന ഇമോഷൻസ് ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ പലതും അനുഭവിച്ചിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സും പല രീതിയിലുള്ള ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ, ഇതൊക്കെ അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. എനിക്കറിയാത്തത് ഈ വില്ലനി എന്നുള്ളൊരു കാര്യമാണ്. ടോണി ഐസക് എന്നുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടറെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ കഥാപാത്രത്തെ ആവിഷ്കരിക്കുമ്പോഴാണ് നമ്മളിലെ ഒരു ആക്ടറിന് വെല്ലുവിളി വരുന്നത്. ഫാലിമയിൽ അച്ഛനെ അവതരിപ്പിക്കാൻ എനിക്ക് വെല്ലുവിളിയില്ല. കാരണം ഞാൻ കണ്ട് വളർന്നിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ സമപ്പ് ചെയ്താൽ എനിക്ക് ചന്ദ്രനെ കിട്ടും. ആ ചന്ദ്രനെ ഞാൻ കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ മാത്രം ചാടി കയറുന്ന ചന്ദ്രൻ ടൈപ്പ് കഥാപാത്രങ്ങളെ എനിക്കറിയാം. അപ്പോൾ അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ആവിഷ്കരിക്കാൻ അത്രയും ചലഞ്ചിനെക്കാളും ഈ മാർക്കോയിലെ ടോണി ഐസക് എന്ന് പറഞ്ഞ ചലഞ്ചാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈഫിൽ പരിചയപ്പെട്ടിട്ടുള്ള കുറേ കഥാപാത്രങ്ങളെല്ലാം ജീവിതത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റി നമുക്ക് ഇൻസ്പിറേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ജീവിക്കുന്ന ഈ സൊസൈറ്റി ഓരോ റോൾ ചെയ്യുമ്പോഴും എനിക്ക് ഇൻസ്പിറേഷനാണ്. ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബസ് കണ്ടക്ടർ, പിന്നെ ചന്ദ്രബാബു എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ബസ് കണ്ടക്ടറായിട്ട് ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് വരവേൽപ്പിൽ കണ്ടക്ടർ വത്സൻ എന്ന് പറയുന്ന ഒരു ഫ്രോഡായിട്ടുള്ള ഒരു ബസ് കണ്ടക്ടറാണ്. അതിൻ്റെ ഷെയ്ഡ്സും ഇല്ല, പാത്രസൃഷ്ടിയിലും അതുമായിട്ടൊരു സാമ്യമില്ല, പെർഫോമൻസിലും ഒട്ടും സാമ്യമില്ല. ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കണ്ടക്ടറുടെ ആ ഫാമിലിയും ഒക്കെ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ എവിടെയെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. അയാളെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം അല്ലെങ്കിൽ KSRTCയിലെ ബസ് കണ്ടക്ടേഴ്സിനെ ഒക്കെ എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയിരിക്കുക ഇത് പെർഫോം ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ സൊസൈറ്റിയാണ്. ബാക്കിയുള്ള ഭാവനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വരുമ്പോഴാണ് കൂടുതൽ ചലഞ്ച് വരുന്നത്. ടോണി ഐസക് സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ കേട്ടുള്ള അറിവേ ഉള്ളൂ, കണ്ട അറിവ് എനിക്കില്ല. സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ടോണി ഐസക്കിനെ പോലുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, അയാളോട് സംസാരിച്ചിട്ടുമില്ല. ഞാൻ കണ്ടിട്ടില്ല ടോണി ഐസക്കിനെ. സംസാരിക്കാൻ പറ്റിയ അയാളെ ആവിഷ്കരിക്കാനാണ് എനിക്ക് ചലഞ്ച്. ഇതിലെ ചന്ദ്രബാബുവിനെ ആവിഷ്കരിക്കാൻ എനിക്ക് ചലഞ്ചില്ല. എനിക്ക് നന്നായിട്ട് എഫേർട്സ് എടുത്താൽ മതി. മാഡം സംസാരിക്കുന്ന 3 കൊടൂര വില്ലന്മാരുടെ കൂടെ ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ എന്നെ മാറ്റി കളഞ്ഞേക്കുന്നില്ലേ? ഓ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറച്ച് ആൾക്കാരോടാണല്ലേ ഈ ചിരിയൊക്കെ ചുമ്മാതാ, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. പിന്നെ ഇപ്പം ഈ നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ക്രൂവിനകത്ത് ഇപ്പം മാർട്ടിൻ പ്രക്കാട്ട് നായിട്ട് പോലൊരു സിനിമ നമുക്ക് റിയൽ ലൈഫിനോട് വളരെ സാമ്യമുള്ള പോലീസുകാരെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഷായി കബീർ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഈ ഒരു മേഖലയിൽ ഒരുപാട് സിനിമകളിലൂടെ മലയാളത്തിനെ ഇതുവരെ കാണാത്ത പോലീസ് കഥാപാത്രങ്ങളും അവരുടെ ഒരു ആത്മസംഘർഷങ്ങളും കാണിച്ചു തന്നിട്ടുള്ള ആളാണ്. പിന്നെ ഇതിൽ റോബി വർഗീസ് രാജ് എന്ന് പറയുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ അങ്ങനെ റിയലിസ്റ്റിക് ഒരു പോലീസ് സിനിമ ചെയ്തത്. അപ്പം നിങ്ങളുടെ ക്രൂവിനകത്ത് ഒരുപാട് പോലീസ് സിനിമകൾ, പോലീസ് സ്റ്റോറികൾ അറിയാവുന്ന പോലീസ് സിനിമകൾ ഇത്തരം രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ക്രൂ ഉണ്ടാകുന്ന സമയത്തെ നമുക്ക് ഇത്തരം സ്റ്റോറീസ് ചെയ്യാൻ അവരുടെ ഓൺ ലൈക്ക് ആ ഒരു സമയത്ത് തരുന്ന ചില ഇൻപുട്ടുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണോ ക്രൂവ് ഇത്തരത്തിലൊരു ക്രൂവിന് കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ? ഇതില് ഒരു പോലീസിന്റെ ഹൈറാർക്കി എന്താണെന്നുള്ളതും അവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീമാണ് പുറകിലുള്ളത്. അതിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ സേഫാണ്. പിന്നെ ഇവർ ചെയ്തിട്ടുള്ള മുൻകാല പോലീസ് സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കുന്ന കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാക്കി ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ കൊണ്ടുവരാം എന്നുള്ളൊരു ശ്രമമാണ് പിന്നീട് നടന്നിട്ടുള്ളത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്നും പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയുമായിരിക്കും കഥാപാത്രങ്ങളുമായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ചിലപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസും കൊണ്ട് കഥാപാത്രങ്ങളുമായിരിക്കാം. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും നമ്മളിതിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് എല്ലാം ഒരു സിനിമയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവും കൂടെ മുൻനിർത്തി കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള ശ്രമമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ പരമമായിട്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ 3 വില്ലന്മാരാണെന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം നിങ്ങൾ 3 പേരിലൊരു സാമ്യം തോന്നിയത് നിങ്ങൾ കരിയറിൽ
നിങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിന് ശേഷം ഇന്നത്തരം എന്നെ സ്വയം മാറ്റണം അല്ലെങ്കിൽ എന്നെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്യണമെന്ന് തീരുമാനിച്ചവരാണ് 2 ഘട്ടത്തിൽ. അങ്ങനത്തെ വേഷങ്ങളെ തേടി പിടിച്ച് ചെയ്യുന്നവരാണ്. വിശാഖനും ഇപ്പം ആനന്ദം പോലൊരു വേഷത്തിൽ അങ്ങനത്തെ ഒരു ചാനലിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ഷിഫ്റ്റ് കുറച്ചുകൂടെ ഏർലിയർ സ്റ്റേജിൽ എടുത്ത ഒരാളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും 3 പേരും കൂടുന്ന സ്പേസിൽ നിങ്ങളുടെ ഈ കരിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ അത്തരം ഡിസിഷൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിരുന്നോ? എങ്ങനെ ലൈക്ക് അങ്ങനെ അതൊരു ഡിസ്കഷൻ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ? അല്ല, എൻ്റെ ക്യാരക്ടർ ഷിഫ്റ്റിൽ എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അഭിനന്ദനം രേഖപ്പെടുത്തിയ ഒരാളാണ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ അത് കീനായിട്ട് എന്നെ ഒബ്സർവ് ചെയ്ത് അതൊരു സന്തോഷം തോന്നാനുള്ള കാരണം അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ വിളിക്കുന്ന സുഹൃത്തുക്കളല്ല, പരസ്പരമുള്ള വൈബുള്ളവരാണ്. പക്ഷേ ലൊക്കേഷനിൽ കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിൽ കണ്ടാൽ പരസ്പരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പക്ഷേ ആ സമയത്ത് ഇറങ്ങിയ എൻ്റെ പുതുമയുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം വിളിച്ച് 2-3 പ്രാവശ്യം വിളിച്ച് അത് കോംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമുക്ക് ആക്ടേഴ്സ് അല്ലേ, നമുക്ക് ഒരാൾ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. അത് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് അത് പറഞ്ഞു. അപ്പോൾ പിന്നെ ചാക്കോച്ചൻ്റെ പിന്നെ പറയേണ്ട കാര്യമില്ല. എന്നാത്താൻ കേസ് കൂടെ എന്ന് പറയുന്നത് നമുക്കൊരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. ഇപ്പോൾ ഓക്കെ, 5-ാം പാതിര ഗുഡാണ്, പക്ഷേ ഇത് പല്ലുൾപ്പെടെയുള്ള ഒരു ചോക്ലേറ്റ് ഇമേജൊക്കെ അങ്ങ് മാറ്റിയിട്ട് അത് തന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ചത് അതാണ് ഒരു ഭയങ്കര ചലഞ്ചാണ്. അത് ചാക്കോച്ചൻ്റെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ് എന്നാത്താൻ കേസ് കൊടുക്കുന്നത്. ആ ഒരു ലവർ ബോയ് ചോക്ലേറ്റ് ബോയ് ഇമേജൊക്കെ ഒരു സീരിയസ്നെസ് 5-ാം പാതിരയിൽ അല്ലെ വേറെ പടങ്ങളിലൊക്കെ ചാക്കോച്ചന് സീരിയസ് റോൾസ് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത് തുടങ്ങിയ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നാത്താൻ കേസ് കൂടിൽ ചാക്കോച്ചൻ വളർന്നു വന്ന സാഹചര്യത്തിലുള്ള ഒരാളായിട്ടല്ല അഭിനയിച്ചിരിക്കുന്നത്. അത് ചാക്കോച്ചന് ചാലഞ്ചാണ്. ചാക്കോച്ചൻ വളർന്നു വന്ന ഉദയ സ്റ്റുഡിയോയിലെ വലിയ ഒരു എന്താ പറയുക സ്റ്റുഡിയോ ഉടമ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണായിട്ട് ജനിച്ചിട്ട് ഈ എന്നാത്താൻ കേസുകളിലെ കഥാപാത്രമായിട്ട് മാറുക എന്ന് പറയുന്നത് അതിൽ കുടിയനായിട്ടും ഒക്കെ അത് റിയൽ ചലഞ്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശാഖിൻ്റെ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് വിശാഖം ആഗ്രഹിക്കുന്നത് ഈ ചേഞ്ചസ് തന്നെയാണ്. ഈ ചേഞ്ചസ് നമ്മളിപ്പോൾ വിശാഖിനെക്കാളും സീനിയേഴ്സാണ്. വിശാഖിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ to create an impression for the character he plays, അതായിരിക്കും വിശാഖിൻ്റെ മുന്നിലുള്ള ചലഞ്ച്. അത് ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത ഏറ്റവും പോസിറ്റീവ് വരുമ്പം എന്താണെങ്കിലും കഥാപാത്രമായി മാറാനുള്ള നമ്മുടെ ആഗ്രഹത്തിന് അതിനൊരു സാക്ഷാത്കാരം കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം വരിക. അത് ഏത് ടൈപ്പ്, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, സെൻറ്റിമെൻ്റൽ ആയിക്കോട്ടെ, ഇഡിയറ്റ് ആയിക്കോട്ടെ, ഇൻ്റലിജൻ്റ് ആയിക്കോട്ടെ, ക്യാരക്ടറായിട്ട് മാറാൻ കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. ഈ ഷിഫ്റ്റ് എടുത്ത സമയത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതേപോലെ ഇപ്പം അങ്ങോട്ട് അഭിനന്ദിച്ചല്ലോ, അതേപോലെ കുഞ്ചാക്കോവൻ ഒരു ഷിഫ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളൊരു ലൈക്ക് അത് നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരുപാട് പേര് അങ്ങനെ വളരെ ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറി ഉണ്ടോ? അപ്പം ഇത് ഈ പറഞ്ഞതുപോലെ ഒരു കോൾ വന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് പറയാനായിട്ടാണെങ്കിൽ പാച്ചിക്ക പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. യു ബിക്കേം ആൻ ആക്ടർ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡിന് തുല്യമായിട്ട് ഞാൻ കരുതുന്നത്. അല്ല, അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പിന്നീട് വന്ന നല്ല സിനിമകൾ. അതാണ് കഥാപാത്രങ്ങളെല്ലാം കൊടുത്തില്ലേ സംവിധായകർ, വിളിച്ച് പറയുന്നതിനേക്കാളും ചാക്കോച്ച അടുത്ത് നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ നല്ല പ്രോജക്ട്സ് വന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ റെക്കഗ്നിഷൻ. അതുവരെ ചെയ്തുകൊണ്ടിരുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ എല്ലാം ഒന്നൊന്നായിട്ട് വന്നു തുടങ്ങി. അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് അതിൽ ഏറ്റവും നല്ലത് വേണ്ടപ്പെട്ടത് മാത്രം എടുക്കാൻ തോന്നി. കഥാപാത്രങ്ങളുടെ പ്രോജക്റ്റിൻ്റെയും മെറിറ്റ് നോക്കി ചൂസ് ചെയ്യാൻ കഴിയാന്ന് പറയുന്നതല്ലേ ഭാഗ്യം. ഇപ്പോൾ വിശാഖ് പറഞ്ഞതുപോലെ മേ ബി ഇപ്പം നമ്മൾ ചില എല്ലാ ആക്ടേഴ്സ് ആണോന്ന് അറിയില്ല, നമുക്ക് ഒരു നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് സിനിമയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതിനെ നമ്മൾ ആദ്യം കയ്യടി കിട്ടിയ വേഷങ്ങൾക്ക് സമാനമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാന്നുള്ള ഒരു രീതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതിന് ശേഷം നമ്മൾ ഷിഫ്റ്റ് കൊണ്ടുവരിക എന്നുള്ളത്, പക്ഷെ വിശാഖ് അത്രയും സമയമൊന്നും കാത്ത് നിൽക്കാതിരുന്നതാണോ? ഫസ്റ്റ് ഡേ വരുമ്പോൾ ഉണ്ടായിരുന്ന ഡിസിഷനാണോ ഈ കൈൻഡ് ഓഫ് റോളുകളായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു നടനായിട്ട് വേണം നിലനിൽക്കാൻ എന്നൊക്കെ ഉള്ളത്? അല്ലടോ, ഐ മീൻ സിനിമയിലേക്ക് ആദ്യം വന്നപ്പോൾ അത് ഒബ്വിയസ്ലി ഒരു ബമ്പർ ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന റോൾ എന്താണോ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളൊരു ജോബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പ്രോബബ്ലി ഒരു 1 year അല്ലെങ്കിൽ 2 years കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഷെയ്ഡ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നി തുടങ്ങി. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ഇപ്പം നേരത്തെ ജഗദീഷൻ പറഞ്ഞ പോലെ ഇറ്റ് ഗെറ്റ്സ് ആ ഒരു ചാലഞ്ച് മിസ്സിങ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അത് ആ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഐ എം നോട്ട് പുഷിങ് മൈ സെൽഫ്. കാരണം തിയേറ്റർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാ 3 മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ വേറെ മനുഷ്യനാണ്. അപ്പം ആ ഒരു ചാലഞ്ച് മിസ്സിങ് ആയപ്പോഴാണ് ഓക്കെ ഒന്നും മാറ്റി പിടിക്കണം എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയത്.
ബട്ട് എനിക്ക് ബിക്കോസ് ഐ എ ന്യൂ കമർ അല്ലെങ്കിൽ അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഇല്ലാത്തത് കൊണ്ട് ദാറ്റ് വാസ് ഈസിയർ. പക്ഷെ ഇപ്പോൾ ചേട്ടനെ പോലത്തെ ഒരു ആൾക്ക് ഹൂ ഹാസ് ഒരു സ്ട്രോങ് ഇമേജ്, ഇപ്പോൾ താൻ പറഞ്ഞ പോലത്തെ ആ ഒരു ഒരു ഓഡിയൻസ് അക്സെപ്റ്റൻസ് ഉള്ളപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ്. അത് വേറെ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് എനിക്ക് ഏറ്റവും ഔട്ട് ഓഫ് എൻ്റെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് പ്രൈമറിലി അതിലോട്ട് എന്നെ പുഷ് ചെയ്തത്. ഇതൊന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ പരിപാടി ബോറാവും. കാരണം നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടിച്ച് ഇതിലേക്ക് വന്നത് ഒന്നും നമ്മൾ എൻ്റർടൈൻ ചെയ്യാനും കൂടെ ആണല്ലോ. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആർട്ടിസ്റ്റിനെ പുറത്തു കൊണ്ടുവരുന്നതാണല്ലോ. അപ്പം അത് മിസ്സിങ് ആയി തുടങ്ങിയപ്പോഴാണ് ആ ഒരു മൂവ് എടുത്തത്. അല്ല, നമ്മൾ മൂന്നുപേരും പ്രേക്ഷകരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഇമേജ് ഷെഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അഴകുള്ള സെലീന എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സേതുമാധവൻ സാർ ഡയറക്റ്റ് ചെയ്തതാണ്. നസീർ സാർ നെഗറ്റീവ് റോൾ, പക്ക നെഗറ്റീവ് റോളാണ്. ഒരു വുമണൈസറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ഇമേജിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ട് നായികയും നായകനും മരിക്കാൻ കാരണക്കാരനായി മാറുന്നത് നസീർ സാറിൻ്റെ ക്യാരക്ടറാണ്. അഴകുള്ള സെലീന എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇത് സാമ്പത്തികമായിട്ട് വലിയ പരാജയമായിരുന്നു. അത് നസീർ സാറിൻ്റെ പ്രകടനമൊന്നും മോശമായിട്ടല്ല, ആ ഒരു ഇമേജിൽ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്തില്ല. സേതുമാധവൻ സാർ തന്നെ പറഞ്ഞത് അത് നസീർ സാറിൻ്റെ ഇമേജിന് ആ ചേഞ്ച് പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ചേഞ്ച് വന്നിരുന്നാൽ ഒരു നായകൻ പക്ക നെഗറ്റീവ്, ഇപ്പോൾ മോഹൻലാൽ ഒരു പക്ക നെഗറ്റീവ് വന്നിരുന്നാലും ആരും ഒന്നും പറയില്ല, പെർഫോമൻസ് മാത്രമേ നോക്കുകയുള്ളൂ. മമ്മൂക്കയാണെങ്കിലും ശരി. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഇതിനോട് ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ മോസ്റ്റ് വയലൻറ്റ്, ഇപ്പോൾ മാർക്കോനെ പറ്റിയിട്ടും പറഞ്ഞത് മോസ്റ്റ് വയലൻറ്റ് മൂവി എന്നാണ്, അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പ് വന്നിട്ടുള്ള ഇപ്പം ആനിമൽ പടത്തിനെ പറ്റിയിട്ടും ഒരു വയലൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ആസ് ആക്ടേഴ്സ് ഇപ്പം നമ്മൾ ആക്ഷൻ മൂവി എന്നുള്ളൊരു കാറ്റഗറി പറയാറുണ്ട്, കോമഡി ഫിലിംസ് പറയും, ട്രാജഡി ലൈക്ക് റോം കോം ഫിലിംസ് ഒക്കെ പറയും. പക്ഷെ റീസെൻ്റ്ലി ആണല്ലോ മോസ്റ്റ് വയലൻറ്റ് മൂവി എന്നുള്ളൊരു ടാഗ് ലൈൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് രണ്ട് രീതിയിലൊക്കെ ചർച്ചകൾ വരാറുണ്ട്. ആക്ഷൻ മൂവി എന്ന് പറഞ്ഞുകൂടെ, നമ്മളൊരു വയലൻറ്റ് മൂവി എന്ന് എന്തിനാണ് പറയുന്നത്? അപ്പോൾ എങ്ങനെയാണ് വയലൻറ്റ് മൂവി കാണാൻ ഒരുപാട് പേര് വരിക, അല്ലെങ്കിൽ അങ്ങനെ വരുന്നവർ എന്തായിരിക്കും മനസ്സിലാഗ്രഹിക്കുക? ഇതൊക്കെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര രസമുള്ള കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും, അല്ലെങ്കിൽ നമ്മളൊരു ഇത്തരം എന്താ പറയുക, കുറേ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല സിനിമയെ കാണേണ്ടത്. മോസ്റ്റ് വയലൻറ്റ് മൂവിയാണെന്നൊരു ഫിൽം മേക്കേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഈ മോസ്റ്റ് വയലൻറ്റ് മൂവിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം ചർച്ചകൾ നിങ്ങൾ ആക്ടേഴ്സൊക്കെ ശ്രദ്ധിക്കലുണ്ടോ? അതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ അതിനെ എങ്ങനെ കാണുന്നതെന്ന് അറിയാനുള്ള ആ പുതിയൊരു ടേമിൻ്റെ ഒരു കോയിൻ ചെയ്ത്. അല്ല, അതിനെക്കുറിച്ച് പ്രേക്ഷകർ തന്നെ പറയുന്ന ഒരു ജാമ്യം എടുക്കലാണോ മോസ്റ്റ് വയലൻ്റ് എന്ന് പറയുന്നത്, ജസ്റ്റിഫൈ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ആദ്യമേ പറയാണ് ഇത് മോസ്റ്റ് വയലൻറ്റ് മൂവിയാണ്. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്കൊരു കൊലപാതകയാകാൻ തോന്നും എങ്കിൽ നിങ്ങൾ ഈ ചിത്രം കാണരുത്. അവസാനം ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ ഇത് കണ്ടിട്ട് എനിക്ക് ഒരുത്തനെ കൊല്ലാൻ തോന്നി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിത് കാണരുത്. നിങ്ങൾക്ക് അപ്പോൾ പ്രേക്ഷകന് മനസ്സിനൊരു ധൈര്യം വേണം. ഇത് കണ്ടാൽ ഇതിൻ്റെ 10 വയലൻറ്റ് സിനിമ കണ്ടിരുന്നാലും ഞാൻ നല്ലവനായിരിക്കും എന്ന് ഉറപ്പുള്ളവൻ പരാതി പറയില്ല, അല്ലാത്തവർ പരാതി പറയും. ഇത്തരം ചിത്രങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കും. എന്ത് വഴിതെറ്റിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വയലൻസ് ഉള്ള ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. മോശപ്പെട്ട മനസ്സാണെങ്കിൽ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. പെർഫെക്റ്റ് ജെന്റിൽമാനെ ഈ വയലൻസ് സിനിമ കാണിച്ചാൽ അയാളെ സ്വാധീനിക്കാൻ പറ്റുമോ? നന്മയിൽ വിശ്വസിക്കുന്ന അതിനൊരു സിനിമയായിട്ട് തന്നെ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് സിനിമയായിട്ട് അങ്ങ് മാച്ച് കളയണം. അതിനേക്കാളും ക്രൂരതയുള്ള കാര്യങ്ങളല്ലേ നിത്യ ജീവിതത്തിൽ നടക്കുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇതിനകത്ത് എന്ന് കരുതി എല്ലാം ഇതേപോലെ മോസ്റ്റ് വയലൻറ്റ് മൂവി വരണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമ വരുമ്പോൾ പ്രേക്ഷകനെ അൾട്ടിമേറ്റ് ആയിട്ട് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ, ഒരു വ്യാവസായിക മാധ്യമം കൂടിയാണല്ലോ ഇത്. അൾട്ടിമേറ്റ് ആയിട്ട് കൂടുതൽ പ്രേക്ഷകരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സിനിമയുടെയും ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി വയലൻസ് ആണ് വേണ്ടത്. ഇനിയിപ്പം അതേ വയലൻസ് അടുത്ത പടത്തിൽ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യില്ല, റെപ്പറ്റേഷൻ ആവും. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇനി ഒരു വയലൻറ്റ് മൂവി എന്നാൽ അപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടും. ഒരേ ചൂട് പിടിച്ച് അതാണ് ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരെണ്ണം തുടങ്ങി ഒരു 3-4 എണ്ണം വരെ ആൾക്കാർ പിന്നെ അത് മാറ്റണം. ആ ട്രെൻഡ് മാറ്റുന്നതും ഇവിടെ പ്രേക്ഷകന് ബോറടിക്കുമ്പോഴാണ് പ്രേക്ഷകൻ തന്നെയാണ് ട്രെൻഡ് മാറ്റി കൊടുക്കുന്നത്. എങ്ങനെ മാറ്റി കൊടുക്കും? അവനത് പരാജയപ്പെടുത്തും. ഇത് കുറെ കണ്ടതാ, അവിടെ നിൽക്കിട്ടെന്ന്. അപ്പോൾ വേറെ കൊണ്ടുപോകാന്ന് പറയൂ. അപ്പോൾ നമ്മൾ മാറും, അടുത്ത ട്രെൻഡുമായിട്ട് വരും. ഏറ്റവും കൂടുതൽ ഇത് ഒരു വയലൻസും ഇല്ല, ഏറ്റവും റൊമാൻസിൻ്റെ പീക്ക് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയാൽ ചിലപ്പോൾ അത് ഓടും. ഇപ്പം റൊമാൻസിൻ്റെ പീക്ക്, ഇതുവരെ കണ്ട റൊമാൻസ് അല്ല, റൊമാൻസ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു കഴിഞ്ഞാൽ
അതിനകത്ത് അത്രയും റൊമാൻസ് ഉണ്ടെങ്കിൽ ഇതുവരെ കണ്ടത് കേട്ടതിനും അപ്പുറമായിട്ടുള്ള ഒരു റൊമാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓടും. ഞാനിപ്പോൾ പറയാണ്, ആരെങ്കിലും എടുക്കട്ടെ, എനിക്ക് അഭിനയിക്കാം, അച്ഛൻ്റെ വേഷം വല്ലതും ചെയ്യാം, പോട്ടെ, സാരമില്ല. അല്ലേ? അങ്ങനെയില്ലേ ഇന്ന പ്രായക്കാർക്ക് അല്ല, പ്രായത്തിന്റെ റൊമാൻസ് എങ്ങനെ, ശരി, അതൊരു ഐഡിയ ആണ്, അതായിരിക്കും അറ്റ് ഇറ്റ് സ്പീക്ക്. പ്രായമായെങ്കിലും റൊമാൻസിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരു വിശാല മനസ്സിലുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ചാക്കോച്ചൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ വിശാഖിൻ്റെ ക്യാരക്ടർ. റൊമാൻസ് അറ്റ് ഇറ്റ് സ്പീക്ക്, വയലൻസ് അറ്റ് ഇറ്റ് സ്പീക്ക് പോലെ തന്നെ എല്ലാ ഇമോഷൻസും അറ്റ് ഇറ്റ് സ്പീക്കായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പൊർട്രേ ചെയ്താൽ അതിന് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു എസ്കേപ്പിസം ആണല്ലോ. അപ്പം നമുക്ക് ലൈഫിൽ ഒരിക്കലും ഷിഫോൺ സാറിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി ഡാൻസ് ചെയ്യാൻ പറ്റില്ല, 100 പേരെ വെടിവെച്ചിടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആ ഫാൻറ്റസി ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ അത് നമുക്കൊരു ഹരം തരും. സോ ഐ തിങ്ക് ആ ഒരു ഇമോഷൻ ഓഡിയൻസിൻ്റെ ഉള്ളിലുണ്ട്. അതിപ്പോൾ ഈ വയലൻസ് മാത്രമല്ല, ചേട്ടൻ പറഞ്ഞ പോലെ എന്ത് ജോണർ ആണെങ്കിലും അതിൻ്റെ ഒരു എസ്കേപ്പിസ്റ്റ് ഒരു റിയാലിറ്റി നമുക്ക് കുറച്ച് മാറി നിൽക്കാൻ പറ്റുമ്പോഴാണ് നമുക്കൊരു ഹരം കിട്ടുന്നത്. അതിപ്പോൾ ടീച്ചറിനെ നമ്മളാരും അങ്ങനെ ലൈൻ ചെറുപ്പത്തിൽ ഓഫ് കോഴ്സ് നമുക്ക് ക്രഷൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പ്രേമത്തിലാണ് ആദ്യമായിട്ട് ഒരു കോളേജ് ടീച്ചറിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യും, അതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു എസ്കേപ്പിസ്റ്റ് ഒരു ഫാൻറ്റസി ആകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അതിനോട് ഒരു ഇഷ്ടവും, അതൊക്കെ ഓഫ് കോഴ്സ് ബ്രില്യൻ്റ്ലി പെർഫോംഡും ആണ്. പ്രേമത്തിൽ വന്നിട്ടുണ്ട്, അതേപോലെ മുമ്പ് ചാമരത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എസ്കേപ്പിസം വരുമ്പോൾ അതൊരു ഐ തിങ്ക് ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഈ റൊമാൻറ്റിക് മൂവീസിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴാണ് കുഞ്ചാക്കോബിന് ഇനി ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ അത് പിക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ, ഞാനിനി റൊമാൻറ്റിക് സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്ന ഒരു സംഗതിയാണ്. മുൻപത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ജഗദീശൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഒരു അപ്പുകുട്ടൻ വരുവാണെങ്കിൽ അത് ആ അപ്പുകുട്ടനാവരുത്, ഇന്നത്തെ കാലത്തിന് ചേരുന്ന ഒരു അപ്പുകുട്ടനാണ്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സിനിമയായിട്ട് അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ പറയുന്ന പോലെ റൊമാൻസ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഗെയിം ഫോർ ഇറ്റ്. അതെ, നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ് ആരെ നായകനാക്കണമെന്നുള്ളത്. സംവിധാനം തീരുമാനിച്ചു, 3 പേരും റെഡിയാണ്. 3 കൊടൂര വില്ലന്മാർ ആരെങ്കിലും സ്നേഹിക്കൂ. പിന്നെ ജസ്റ്റ് ഒറ്റ സിനിമയെ പറ്റിയിട്ട് ഈ 3 കിങ്സ് എന്ന് പറയുന്ന പടം ഉണ്ടല്ലോ, ഈ പടം ഫേവറേറ്റ് ആയിട്ട് കാണുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോൾ അതിനകത്തുള്ള കോമഡീസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചളി എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് കോമഡികളുടെ ഏറ്റവും രസമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പടം. എപ്പോഴും എനിക്ക് ആ പടം കാണുന്ന സമയത്ത് ഒരു അത്ഭുതം തോന്നാറുണ്ട്. ആ സിനിമ റിപ്പീറ്റ് ആയിട്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളും ഫ്രണ്ട്സ് 2 പേര് കാണുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ആക്ഷനാണ് എടലുട്ടാപ്പി ടോയിങ് എന്നുള്ളത്, മിററിലുള്ളത്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും അത് റിപ്പീറ്റ് അടിച്ച് കാണുന്നുണ്ട്. എനിക്ക് പക്ഷേ ആ സിനിമ കാണുന്ന സമയത്ത് ക്രിയേറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള അതായത് അതിൻ്റെ ക്രൂവിലുള്ള ആരോടെങ്കിലും ചോദിക്കണം എന്ന് തോന്നിയതാണ്. നിങ്ങൾക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു അതിൻ്റെ തമാശകളെ പറ്റി ഫീൽ ചെയ്തത്? പിന്നീട് ഒരു പോയിന്റിന് ശേഷം ആ തമാശകൾ പിന്നീട് സെലിബ്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഒരു എന്താ പറയുക ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ ഈ ഒരു കോമഡീനെ പറ്റിയിട്ട്? അല്ല, അത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കാർട്ടൂൺ കാരിക്കേച്ചറിഷ് മൂവി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് കൺസീവ് ചെയ്തതും പ്രസൻറ്റ് ചെയ്തതും. നമ്മൾ ആക്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം മെറൈൻ ഡ്രൈവിൽ കൂടെ മറ്റേ സൂപ്പർമാൻ്റെയും ബാറ്റ്മാൻ്റെയും സ്പൈഡർമാൻ്റെയും ഒക്കെ ചേർന്നിട്ടുകൊണ്ട് ഓടുക, കളിക്കുക, ചാടുക എന്നൊക്കെ പറയുന്നത് അത് എന്താ പറയുക, ജസ്റ്റ് ഒരു ഫൺ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അതിലൊരു ലോജിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അതിലില്ല. ആ രീതിയിൽ തന്നെ ആ പടം കൺസീവ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ആത്യന്തികമായിട്ടും 3 കിങ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു കറക്റ്റ് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് എന്താണ് നിങ്ങൾക്ക് 3 പേർക്ക് ഒരു സ്പെഷ്യലായിട്ട് ഈ സിനിമേനെ പറ്റിയിട്ട് പറയാനുള്ളത്? February 20th റിലീസാണ്. തിയേറ്ററുകളിലേക്ക് വരിക, വേറെ ഒന്നും നോക്കാനില്ല. പ്ലീസ് ഡു കം ആൻഡ് വാച്ച് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ February 20 ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിൽ എത്തും. 3 കൊടൂര വില്ലന്മാർ മറ്റ് പല ഷെയ്ഡുകളിലും വന്ന് നമ്മൾ ഞെട്ടിക്കാനിരിക്കുന്ന സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, ഒരു ഗംഭീര പടമാവട്ടെ എന്ന് ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.